നമ്മൾ മനുഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ജീവിതത്തിൽ വളരെ പ്രാധാന്യം കൊടുക്കുന്ന ഒരു സാധനമുണ്ട്, പ്രൈവസി. അല്ലേ? ഇപ്പം നിന്നെ സംബന്ധിച്ചോളം എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ തന്നെയാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഇതുപോലെ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോയപ്പോൾ ഞാനൊരു ഗാഡ്ജറ്റിനെ കണ്ടു. ഒരു ഹാക്കിംഗ് ഗാഡ്ജറ്റാ. സംഭവത്തിലുള്ളൂ OMG കേബിൾ എന്ന് പറയും. കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ നോർമൽ ഡാറ്റ കേബിൾ അല്ലിരിക്കും. അത് USB-C, മൈക്രോ USB, ലൈറ്റ്നിങ് കേബിള്, ഈ 3 രീതിയിലും വരുന്നുണ്ട്. ഞാൻ ഇതിനെക്കുറിച്ചൊന്ന് വായിച്ച് കുറച്ച് വീഡിയോസ് കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ സാധനം നമ്മളിപ്പോൾ ഒരു പബ്ലിക് ചാർജിങ് പോർട്ട് ഉപയോഗിക്കുകയാണ്, റെയിൽവേ സ്റ്റേഷൻ, എയർപോർട്ട് അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു ചാർജിങ് പോർട്ട് ഉപയോഗിക്കണം. ചില സ്ഥലങ്ങളിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ ചാർജർ ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ആരുടെ അടുത്തും ചോദിക്കും ചേട്ടാ ചാർജർ തരും. ഇനിയിപ്പോൾ അവരുടെ അടുത്തൊന്നും കിട്ടിയില്ലെങ്കിൽ ചിലയിടത്ത് ഇത് ഓൾറെഡി കുത്തിയിട്ടിട്ടുണ്ടാവും. ചിലയിടത്ത് ഓൾറെഡി കുത്തിയിട്ടിട്ടുണ്ടാവും. ഈ കേബിളിന്റെ ഒരു പ്രത്യേകത എന്താ അറിയോ? ഇതിനകത്ത് മൈക്രോ ചിപ്പ് ഇൻസ്റ്റാൾഡ് ആണ് ഈ കേബിൾ, ഈ OMG കേബിൾ എന്ന് പറയുന്നത്. ഈ കേബിൾ ഞാൻ എൻ്റെ ഫോണിൽ കണക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത് വെച്ചേക്കുന്ന ഹാക്കറിന് എൻ്റെ സകല ഡീറ്റെയിൽസും ആൾക്ക് പെട്ടെന്ന് തന്നെ കിട്ടും. അതായത് ആൾക്ക് റിമോട്ട്ലി ആക്സസ് ചെയ്യാം. ഇതിൻ്റെ ഒരു പ്രത്യേകത 30 ഫീറ്റോളം വൈഫൈ കണക്ഷൻ ഉണ്ടെന്നുള്ളതാണ്. വൈഫൈ എസ്റ്റാബ്ലിഷ് ചെയ്യാം 30 ഫീറ്റോളം. അപ്പോൾ അതായത് ആൾക്ക് ആ OMG കേബിളിനകത്തൂടെ പേലോഡ്സ് ഇഞ്ചെക്ട് ചെയ്യാനോ സ്ക്രിപ്റ്റ് ഇഞ്ചെക്ട് ചെയ്യാനൊക്കെ പറ്റും. അതിനേക്കാളൊക്കെ രസം എന്താ വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കീബോർഡിൽ ഞാൻ ടൈപ്പ് ചെയ്യുന്നവരെ ആൾക്ക് റീഡ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഈ ഒറ്റ കേബിളുണ്ട്. ഈ കേബിൾ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിത് മനസ്സിലാവില്ല ഇത് ഇങ്ങനെ ഒരു ഗാഡ്ജറ്റ് ആണെന്നുള്ള കാര്യം. നോർമലി എന്നല്ല, അത് അങ്ങനെ ആർക്കും മനസ്സിലാവില്ല. പെട്ടെന്ന് നമുക്ക് എല്ലാവർക്കും ഫ്രീ ആയിട്ട് മീൻസ് പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ പറ്റുന്ന സംഭവമാണോ? ആക്സസ് ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്കിത് വാങ്ങിക്കാൻ കിട്ടും. എനിക്ക് തോന്നുന്നത് അറൗണ്ട് 14,000 റുപ്പീസിന് വാങ്ങിക്കാൻ കിട്ടും ഇത്. അത് വളരെ സിമ്പിൾ ഒരു സാധനം. ഒരു ഡാറ്റ കേബിൾ വെച്ചിട്ട് തന്നെ നമ്മുടെ പ്രൈവസി മൊത്തത്തിൽ അവർക്ക് കൊണ്ടുപോകാൻ പറ്റും. ഓർത്തേക്ക് നിന്റെ ഒരു ഡിവൈസിന്റെ അല്ലെങ്കിൽ എൻ്റെ ഒരു ഡിവൈസിന്റെ റിമോട്ട് ആക്സസ് ഒരു ഹാക്കറിന് കിട്ടി കഴിഞ്ഞാൽ അയാൾ എന്തൊക്കെയായിരിക്കും ചെയ്യുക എന്നുള്ളത്. നമ്മുടെ ഈ പറയുന്ന പോലെ നമ്മുടെ എന്തോരം പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളുണ്ടാവും അതിനകത്ത്. പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമല്ല, ബാങ്കിങ് ഡീറ്റെയിൽസ്, ഒരുപാട് കാര്യങ്ങളുണ്ടാവും. അപ്പം ഇതിനകത്ത് നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ എവിടെയെങ്കിലും ട്രാവൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിലോ, ഇതെല്ലായിടത്തും സംഭവിക്കാന്നല്ല പറയുന്നത്, പക്ഷേ എന്നാലും സംഭവിക്കാം. നമ്മൾ ഈ പബ്ലിക് ചാർജിങ് പോർട്സ് യൂസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ആരുടെ അടുത്ത് നിന്ന് ഡാറ്റ കേബിൾ മേടിക്കുന്നതിനേക്കാളൊക്കെ ബെറ്റർ നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ നമ്മൾ നമ്മുടെ തന്നെ ഫോൺ വാങ്ങുമ്പോൾ കിട്ടുന്ന കമ്പനി ചാർജർ യൂസ് ചെയ്യാന്നുള്ളതാണ്. അതുപോലെ തന്നെ ഈ ഹാക്കിംഗ് ഡിവൈസിനെ കുറിച്ച് പറയാനാണ് ഒരുപാട് കാര്യങ്ങളുണ്ട്. അതെ. അല്ല, ഞാനിപ്പോൾ ഇത് കേൾക്കുമ്പോൾ തന്നെ ആയാലും നമുക്ക് പെട്ടെന്ന് പേടിയാവുന്ന കാര്യമാണ്. കാണുമ്പോൾ ഭയങ്കര ചെറിയൊരു സംഭവമായിരിക്കും, പക്ഷെ അല്ല, എന്നെ ഇത് പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്ത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഒരു നോർമൽ ഡാറ്റ കേബിൾ, ഇതിന്റെ പ്രത്യേകിച്ച് ഇതിനകത്തൂടെ നമുക്ക് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാം, ഫോൺ ചാർജ് ചെയ്യാം, എന്ത് വേണം ചെയ്യാം. നോർമലി യൂസ് ചെയ്യുന്ന പോലെ തന്നെ യൂസ് ചെയ്യാം. പക്ഷെ ഈ കേബിളിനകത്ത് ഇത്രയും കുഞ്ഞനാണെന്നുണ്ടെങ്കിൽ ഇത്രയും ഭീമകാരനായിട്ടുള്ള ഒരു മൈക്രോ ചിപ്പ് പ്ലേസ് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ്. അതിനകത്ത് ഇപ്പൊ കീബോർഡ് റീഡ് ചെയ്യാൻ നമ്മൾ ടൈപ്പ് ചെയ്യുന്ന സാധനങ്ങൾ എന്താണെന്ന് ആൾക്ക് അതിനകത്തുനിന്ന് ആക്സസ് കിട്ടും. അതുപോലെ തന്നെ ആൾക്ക് വൺ ഡേഞ്ചർ ആയിട്ടുള്ള കാര്യമാണ്. ഇപ്പൊ നമ്മൾ ഈ പറയുമ്പോൾ ഇപ്പൊ നമ്മൾ ഓരോ ട്രാൻസാക്ഷൻ ആണെങ്കിൽ ഇപ്പൊ ഗൂഗിൾ പേ ഭയങ്കരമായിട്ട് യൂസ് ചെയ്യുന്നതാണ്. നമ്മളെല്ലാം ഈ പറയുന്ന ലോക്ക് നമ്മൾ ടൈപ്പ് ചെയ്ത് ചെയ്യുന്നതല്ലേ. ലോക്ക് ടൈപ്പ് ചെയ്ത് അത് ഒരു തവണ റീഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആൾക്കത് സ്റ്റോർ ചെയ്ത് വെക്കാമല്ലോ. പിന്നെ അത് തന്നെയല്ല, ഇപ്പൊ 30 ഫീറ്റ് ഇതിന് വൈഫൈ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ തുടങ്ങില്ലേ. 30 ഫീറ്റല്ലേ ഉള്ളൂ. അപ്പൊ 30 ഫീറ്റിൽ ആൾ എവിടെയും ഉണ്ടാവുന്നില്ല. അതോർത്ത് നമ്മൾ ഒരിക്കലും 30 ഫീറ്റുള്ള അങ്ങനെ നിൽക്കില്ല. 30 ഫീറ്റിൽ ആൾക്കാർ വയർലെസ് എക്സ്റ്റൻഡർ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് അതിലും കൂടുതലാക്കാം. ഇനി വൺസ് ഇഞ്ചെക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇയാൾക്ക് അല്ലാതെ റിമോട്ട്ലി ആക്സസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒറ്റ ടൈം ഇപ്പൊ എന്റെ ഫോണിലാണെങ്കിൽ ഒറ്റ ടൈം കേബിൾ കുത്തി കഴിഞ്ഞാൽ, കേബിൾ കുത്തുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഫോണിന്റെ അതായത് ചാർജിങ് പോർട്ടിൽ മറ്റേ USB കുത്തണമെന്നില്ല. ഈ കേബിൾ ഡയറക്റ്റ് എടുത്ത് ഈ നമ്മുടെ കയ്യിൽ ചുരുട്ടി പിടിച്ചിട്ട് ഈ നമ്മുടെ ഈ പോർട്ടിൽ കുത്തിയാൽ കണക്ട് ചെയ്താൽ മതി. നാനോ സെക്കൻഡ്സിൽ അല്ലെങ്കിൽ ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിൽ ആൾക്ക് ഇതിനകത്തുള്ള പേലോഡ്സ് നമ്മുടെ ഫോണിലേക്ക് ഇഞ്ചെക്ട് ചെയ്യാൻ പറ്റും. ആക്സസും കിട്ടും. റിമോട്ട് ആക്സസ് നമ്മുടെ ഫോണിൽ റിമോട്ട് ആക്സസ് ആയിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ തന്നെ നമുക്ക് ഇതൊന്നും ഇല്ലാതെ തന്നെ ഫോൺ ആക്സസ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇതുപോലെ ഒരു അയാളുടെ മാൽവെയർ കൂടി ഇഞ്ചെക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഈ കേബിൾ ഇതിൽ കണക്ട് ആയിട്ട് ഇരിക്കണമെന്നില്ല. ഇപ്പൊ നമ്മൾ ഇജക്ട് ചെയ്ത് കഴിഞ്ഞാലും പുള്ളിയുടെ പേലോഡ്സ് അല്ലെങ്കിൽ സ്ക്രിപ്റ്റുകൾ പുള്ളി അല്ലെങ്കിൽ എന്തെങ്കിലും മാൽവെയർ ആയിട്ടുള്ള സാധനം ഇഞ്ചെക്ട് ചെയ്ത് കഴിഞ്ഞാൽ പുള്ളിക്ക് പിന്നെ നമ്മളെപ്പോഴും നെറ്റ്വർക്ക് യൂസ് ചെയ്യുന്നതാണല്ലോ. ഇന്നത്തെ കാലത്ത് നെറ്റ്വർക്ക് യൂസ് ചെയ്യാത്ത ആൾക്കാരില്ല. ആ ഒരു ചെറിയൊരു ഹാക്കിംഗ് ഗാഡ്ജറ്റ് വെച്ചിട്ട് ഇത്രയും ഡാറ്റാസ് എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മൾ ഓരോ സാധനങ്ങളും ഇൻസ്റ്റാൾ ചെയ്യുമ്പോഴൊക്കെ എന്തൊരു സൂക്ഷിക്കണം. സത്യം. അല്ല, ഇനി അങ്ങോട്ടുള്ള നമ്മുടെ വരും വർഷങ്ങളിലാണെങ്കിലും വളരെ അല്ല, ശരിക്കും പ്രൈവസി നമ്മൾ നന്നായിട്ട് തന്നെ സൂക്ഷിച്ചില്ല എന്നുണ്ടെങ്കിൽ ഓൾറെഡി പല ആൾക്കാരും പറയുന്നുണ്ട് നമ്മുടെ ഡാറ്റാസ് ഒക്കെ സെയിൽ ചെയ്തതാണ്. ഓൾറെഡി സെയിൽ ചെയ്താണ്. നമുക്കത് കറക്റ്റ് പേരെടുത്ത് പറയാൻ പറ്റൂല ഏതൊക്കെ കമ്പനി. അതിപ്പോൾ നമ്മൾ ഫോൺ ഇപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഫോണാണെങ്കിൽ കൂടി നമ്മൾ ജസ്റ്റ് ഒന്ന് വാങ്ങുമ്പോൾ അതിനകത്ത് ഏതെങ്കിലും ഒരു സോഫ്റ്റ്വെയർ ആണെങ്കിലും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആപ്പ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുമ്പോഴാണെങ്കിലും നമുക്ക് ഒരുപാട് നോട്ടിഫിക്കേഷൻ വരുന്നുണ്ട്. ഇത് ഏറ്റവും കൂടുതൽ സംഭവിക്കുന്ന എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു പെയ്ഡ് ആപ്ലിക്കേഷൻ ഉണ്ടാവില്ല. ആ പെയ്ഡ് ആപ്ലിക്കേഷന്റെ ക്രാക്ക് എടുക്കുമല്ലോ. ഈ ക്രാക്ക് നമ്മൾ ഫ്രീ ഓഫ് കോസ്റ്റിൽ എടുക്കുന്നതാണ്. ഈ ലോകത്തൊന്നും ആരും ഫ്രീ ആയിട്ട് കൊടുക്കില്ല. അപ്പോൾ ഉറപ്പായിട്ടും അവൻ അതിൻ്റെ മാൽവെയർ ആൾക്ക് വേണ്ട സാധനം എന്താണ് അത് ഇഞ്ചെക്ട് ചെയ്തിട്ടുണ്ടാവും.
അത് നമ്മുടെ ഡേറ്റാസ് ഉണ്ട്. അപ്പം നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഈ സൈബർ സെക്യൂരിറ്റി എന്ന് പറയുന്നത് ശരിക്കും ശ്രദ്ധിക്കണം. കാരണം ഒരാളുടെ ജീവിതം വരെ മാറ്റിമറിക്കാൻ പറ്റും. ഉറപ്പായിട്ടും.